കായിക വാർത്തകളിലേക്കാണ്. ICC ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി രോഹിത് ശർമ്മ, 2 സ്ഥാനം മെച്ചപ്പെടുത്തി വിരാട് കോഹ്ലി 2-ാം റാങ്കിലെത്തി. അനിൽ വാസുദേവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, എത്ര യുവതാരങ്ങൾ വന്നാലും രോഹിത്തും കോഹ്ലിയും തന്നെയല്ലേ അവിടെ ആധിപത്യത്തിന് മാറ്റമില്ല അല്ലേ? അങ്ങനെ തന്നെയാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും 2 പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ICC റാങ്കിങ്ങിൽ ആധിപത്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പരമ്പരയിൽ നമ്മൾ കണ്ടതാണ്. യുവതാരങ്ങളൊക്കെ തന്നെ ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യയുടെ ആ പരമ്പര വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഈ 2 താരങ്ങൾ തന്നെയാണ്. നേരത്തെ വിരാട് കോഹ്ലി 4-ാം റാങ്കിലായിരുന്നു. പക്ഷേ ഈ പരമ്പരയിൽ 2 സെഞ്ചുറിയും ഒപ്പം തന്നെ ഒരു അർദ്ധ സെഞ്ചുറി നേടിയതോടുകൂടി അദ്ദേഹം റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയരുകയായിരുന്നു. 2 സ്ഥാനം മെച്ചപ്പെടുത്തി. രോഹിത് ശർമ്മയാവട്ടെ പരമ്പരയിൽ 2 അർദ്ധ സെഞ്ചുറികളോടുകൂടി അദ്ദേഹം 1-ാം സ്ഥാനം നിലനിർത്തുന്ന കാഴ്ചയും കണ്ടു. ഇത് വളരെ അപൂർവമായിട്ടാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ 2 താരങ്ങൾ റാങ്കിങ്ങിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. വിരാട് കോഹ്ലി ഒരുപക്ഷെ രോഹിത്തിനെ മറികടന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്തും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ഏതാനും പോയിന്റുകൾ ഡിഫറൻസ് മാത്രമാണ് 2 താരങ്ങൾ തമ്മിലുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ സന്തോഷം ആരാധകരെ സംബന്ധിച്ച് റാങ്കിങ്ങിലും ഒരു റോക്കോ ഷോ കാണുന്നു എന്നത് തന്നെയാണ്. ഇത് മാത്രമല്ല, ശുഭമാൻ ഗിൽ 5-ാം സ്ഥാനത്തുണ്ട്. 10-ാം സ്ഥാനത്താണ് ശ്രേയസ് അയ്യർ. അദ്ദേഹത്തിന് ഈ പരമ്പരയിൽ കളിക്കാനായില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് അദ്ദേഹം 10-ാം റാങ്കിലേക്ക് ഇറങ്ങി എന്നുള്ള നിരാശയുണ്ട്. പക്ഷേ 4 ഇന്ത്യൻ താരങ്ങൾ ടോപ്പ് 10-ൽ ഉണ്ട് എന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഏകദിനത്തിലെ വലിയ ആധിപത്യം കൂടി സൂചിപ്പിക്കുന്നതാണ്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.